ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഉണ്ടല്ലോ തലവേദനയും എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും തലവേദനയാണെന്ന് വിചാരിച്ചിരിക്കാൻ പറ്റൂലല്ലോ. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണ്ടല്ലേ, അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ. അങ്ങനെ ഇന്നിപ്പോൾ കുട്ടികളൊക്കെ പോയതിന് ശേഷം നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് കേട്ടോ. ദോശയും നല്ല മുട്ട ഓംലെറ്റും ബത്താസൊക്കെ ഉണ്ടായിരുന്നേ. ബത്താസിൽ ഞാൻ കുറച്ച് ഉള്ളിയും ചാട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവുമായിരുന്നേ. ഓംലെറ്റിൽ കുറച്ചധികം പച്ചമുളക് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ബത്താസിൽ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ബത്താസ് എന്ന് വെച്ചാൽ നമ്മുടെ മധുരക്കിഴങ്ങിനാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ബത്താസ് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും കേട്ടോ അതിന്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ദോശയ്ക്ക് കൂട്ടാൻ വേണ്ടി ഇന്നലത്തെ ബാജി ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ അരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ ഇന്ന് ചോറും ചമ്മന്തിയും കൂമ്പുപ്പേരിയും കൂടിയാണ് കേട്ടോ കൊടുത്തയച്ചത്. തലവേദന ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ പതുക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ ഏകദേശം 11 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ ബത്താസിൽ കുറച്ച് ഉള്ളിയും ആ ഒരു ചാട്ട് മസാലയൊക്കെ ചേർത്ത് കഴിക്കുമ്പോഴല്ലോ നല്ല ടേസ്റ്റാണേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ പാട് വേഗം സുനിയേട്ടൻ വാഴക്കാമ്പ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ദിവസം മുന്നേ ഒരു വാഴക്കൊല കൊത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇന്ന് ഉപ്പേരി വെക്കാനാണെങ്കിൽ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ വിചാരിച്ചേതായാലും ഈ ഒരു വാഴക്കാമ്പ് ഇന്ന് ഉപ്പേരി വെക്കാം. നമുക്ക് ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും വാഴക്കാമ്പും കൂമ്പും ഇലക്കറികളൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുട്ടികൾക്ക് അതിന് മാത്രം തീരെ ഇഷ്ടമല്ലേ. പിന്നെ നിർബന്ധിച്ചാൽ കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ. നന്ദു ആണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിക്കുവേ. അങ്ങനെ വാഴക്കാമ്പൊക്കെ എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചായപ്പിണ്ടിയും മുട്ടയുടെ തോടും ഒക്കെ എടുത്ത് ചെടിക്കിടാൻ വേണ്ടി പോവാന്ന് കേട്ടോ. ചായപ്പിണ്ടിയൊക്കെ ഒരു ബോട്ടിലാക്കി വെച്ച് 2-3 ദിവസം കൂടുമ്പോൾ ഞാനിങ്ങനെ ചെടികൾക്ക് കൊണ്ടിടുവാന്ന് കേട്ടോ ചെയ്യാം. ചെടികൾക്ക് ഇത് ഭയങ്കര നല്ലതാന്ന് കേട്ടോ പറയുന്നത്. അങ്ങനെ അതൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം കൂടി എടുത്ത് ഒന്ന് ഇളക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 10 മണിപ്പൂക്കൾ ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ കുറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം നല്ലോണം പൂ വിരിയാറുണ്ട്. അത് കഴിഞ്ഞ പാടനെ ഞാൻ വേഗം പുറത്ത് അലക്കാനുള്ളതൊക്കെ അലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വാഴക്കാമ്പ് എടുത്തത് ഈ ഒരു കല്ലിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ കറയോ മറ്റോ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കറയനെ പഠിച്ച ഡാർക്ക് കളറായിട്ടുള്ള ഡ്രസ്സസാണ് കേട്ടോ ഞാൻ ആദ്യം എല്ലാം അലക്കിയെടുത്തത്. പുറത്തുനിന്ന് ഇങ്ങനെ ചെറിയ കാറ്റും കൊണ്ട് പക്ഷികളെ ഒച്ചയൊക്കെ കേട്ട് പക്ഷികളെ കണ്ട് ഇങ്ങനെ അലക്കാൻ വേണ്ടി ഒരു പ്രത്യേക രസം തന്നെയാണല്ലേ. ചിലപ്പോഴൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ അലക്കുന്ന ദിവസം ഉണ്ടല്ലോ എനിക്ക് തണൽ തരുന്നത് ഈ ഒരു വാഴക്കൂട്ടാന്ന് കേട്ടോ. അലക്കി വരുമ്പോഴേക്കും തലവേദന കുറച്ചും കൂടി അധികമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ബാമൊക്കെ പുരട്ടിയിരുന്നേ. പിന്നെ നമ്മുടെ 18ാമത്തെ അടവാണല്ലോ ഗുളിക, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറവില്ലെങ്കിൽ ഗുളിക കഴിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ബാമൊക്കെ പരട്ടിയതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ, അലക്കിയത് ആറിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അലക്കിയത് ആറിയിടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എപ്പോഴും ഒന്നെ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വാഷിംഗ് മെഷീനിലും കുറച്ച് തുണികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ആറിടാൻ വേണ്ടിയുള്ളത്. പക്ഷെ ഇത് ഉണങ്ങിയതിന് ശേഷം അത് ആറിയിടാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആറിയിട്ടതിന് ശേഷം ഞാൻ മേലെ ബാൽക്കണിയിൽ വന്നിരുന്നു കേട്ടോ കുറച്ചു നേരം. അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി നല്ല രസമാണ്. വൈകുന്നേരം സമയമുള്ള ദിവസങ്ങളിൽ ഞാനും മീനുക്കുട്ടിയും കൂടി ഇങ്ങനെ വന്നിരിക്കാറുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മ വാഴക്കാമ്പ് ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വേണം ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട്.